പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇതുപോലുള്ള വിശേഷങ്ങളെല്ലാമായിരിക്കും ഞാൻ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. മഴക്കാലമായ പിന്നെ തുണി അലക്കി ഉണക്കൽ വലിയൊരു പണിയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു. രാവിലെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ വാർക്കമേളിൽ എനിക്ക് അഴയില്ല. അപ്പോൾ തൽക്കാലം തുണിയൊക്കെ ഒന്ന് ചൂട് കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അഴയൊക്കെ കെട്ടി തുണി ഉണന്നിട്ടേക്കുക. ഞാൻ തുണി ഇട്ടിരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? സാധാരണ എല്ലാവരും ഇതുപോലെയല്ലേ ഇടാറ്? ഇങ്ങനെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല, അല്ലെങ്കിൽ ചൂട് കയറി കിട്ടൂല. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് ഇറക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടവും നന്നായിട്ട് ചൂട് കയറും. കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ 2 വശവും ചൂട് കയറി നമുക്ക് മടക്കി എടുത്ത് വയ്ക്കാം. ഇതൊക്കെ ഓൾറെഡി ഉണങ്ങിയ തുണിയാണ് കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനിലാണ് ഡ്രസ്സ് അലക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മേളിൽ എനിക്ക് ഡ്രസ്സൊക്കെ അലക്കി ഉണങ്ങാനുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ കിടന്ന ഡ്രസ്സുകൾ ഇപ്പോൾ തണുപ്പല്ലേ, അതുകൊണ്ട് അത് ചൂട് കയറ്റാൻ കരുതിയിട്ട് കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഞാൻ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ പറിച്ചാലും പിന്നെയും മുളച്ചുകൊണ്ടിരിക്കും. മഴക്കാലം ആയതുകൊണ്ട് റബ്ബറും കുടിയുടെ സൈഡിലായതുകൊണ്ട് ഇലയും കാറ്റടിക്കുമ്പോൾ നിറച്ച് വീഴും. അപ്പോൾ ഇലയും പുല്ലൊക്കെ ആയിട്ട് നല്ല പണിയാണ്. അപ്പോൾ സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാറുള്ളൂ. മഴ പെയ്യണ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ മഴ കുറവുള്ള വെയിലുള്ള ദിവസങ്ങളിൽ കുറേശ്ശെ ഇരുന്ന് പുല്ല് പറിക്കുക എന്നുള്ള പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ചുറ്റും മിറ്റലിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ച് പുല്ല് വരുന്നത് ഇരുന്ന് പറക്കലാണ് എനിക്കിഷ്ടം. ഞാൻ പലകയൊക്കെ ഇട്ട് ഇരുന്ന് പതുക്കെ സാവധാനത്തിൽ, നമ്മൾ ആരെയും ബോധിപ്പിക്കണ്ട, നമ്മളുടെ സൗകര്യത്തിന് ഞാനൊരു കാര്യം പറയാം, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പറ്റും പോലെ ചെയ്യുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനത്തെ ഒരു മൈൻഡ് ആയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറും, ടെൻഷനും മാറും. ഇപ്പം എനിക്ക് ഇച്ചിരി പുല്ലൊക്കെ ഇവിടെ മുളച്ച് നിൽപ്പുണ്ട്, അയ്യോ ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എൻ്റെ സൗകര്യവും നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാറ്. അപ്പോൾ തന്നെ നമുക്ക് പകുതി ടെൻഷൻ കുറയും. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ. നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത്, നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണോ, നിങ്ങൾക്ക് സമയം എപ്പോഴാണോ, അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതി. നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് മുട്ട റോസ്റ്റ് പോലെ ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞിപ്പോൾ എൻ്റെ ഫോണിൽ റെക്കോർഡായില്ലായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. അത് കഴിഞ്ഞ് ഞാനൊരു ഫ്രോക്ക് തയ്ച്ചു. നൈറ്റി വെട്ടി തയ്ച്ച ഫ്രോക്കാണ് കേട്ടോ നിങ്ങൾ കാണണേ. എനിക്കിങ്ങനെ എന്തെങ്കിലും തയ്ക്കാൻ തോന്നി അപ്പം തയ്ക്കണം. ഇവിടെ തുണിയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, നൈറ്റി വെട്ടി ഫ്രോക്ക് തയ്ച്ചു. വീട്ടിൽ ഇപ്പോൾ ഫ്രോക്ക് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡ്രസ്സ് എങ്ങനെയുണ്ട്? അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ പോകാമെന്ന് കരുതി വീട്ടിൽ ചെന്നു. ചേട്ടായി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ടൈമിലാട്ടോ ഞാൻ വീട്ടിലോട്ട് ചെന്നേ. അപ്പോൾ ചേട്ടായി ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഷാർജ ഷേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാർജ ഷേക്ക്. അതല്ലെങ്കിൽ പഴംപൊരിയാണ് വാങ്ങിച്ചുകൊണ്ട് വരും, ചൂട് പഴംപൊരി. ഇതിലേതെങ്കിലും എന്തായാലും ചേട്ടായി വരുമ്പോൾ കൊണ്ടുവരും. അങ്ങനെ ഞാൻ ഷാർജ ഷേക്കൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ഈ ചായൻ്റെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ശനിയാഴ്ച പള്ളിയിൽ പോകാനായിട്ട് രാവിലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി കഴിഞ്ഞ് പിന്നെ ഈ ചായൻ ജോലിക്ക് പോവും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
വീഡിയോ വീണ്ടും ചെയ്തു എന്ന് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത്. ഇതാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയ സ്പെഷ്യൽ ഗ്രേവി വിത്ത് മുട്ട ഇട്ടാൽ മുട്ടക്കറി, ചിക്കൻ ഇട്ടാൽ ചിക്കൻ കറി, ഉരുളക്കിഴങ്ങ് ഇട്ടാൽ കിഴങ്ങ് കറി, എന്ത് വേണേലും ആക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോയി. എവിടെയാണെന്നറിയാവോ? ദേ ഇവിടെ ഫാമിലി ആയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഡയറ്റിങ്ങിലാണ്. അപ്പോൾ ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടുത്തെ ആംബിയൻസും എല്ലാം അടിപൊളിയാണ്. നല്ല ഫുഡാണ്, ഭയങ്കര റേറ്റും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവിടെ ഒന്ന് പോയി നോക്കട്ടോ. ഹൃദയം നമ്മുടെ ഗൂഗിൾ മാപ്പിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. നല്ല ഫുഡും കഴിക്കാം. ഞാൻ കുറച്ച് പിടിയും പിന്നെ കുറച്ച് നോൺ വെജ് ഐറ്റംസുമാണ് കഴിച്ചത്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഡയറ്റിങ്ങിലായതുകൊണ്ട് വളരെ കുറച്ചാണ് കഴിച്ചുള്ളൂ. ഇത്ര അല്ല കേട്ടോ കഴിച്ചുള്ളൂ, ഇതുപോലത്തെ ഒരു പ്ലേറ്റും കൂടി കഴിച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതും അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഇതോടുകൂടി എൻ്റെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.